നമസ്കാരം. റിയൽ ടേസ്റ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു അഡാറ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. നമുക്ക് ഇത് ചെയ്യുന്ന പാചകക്കാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന്. ഓക്കെ, നമുക്ക് നേരെ പാചകത്തിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ചീഫ് കുക്ക്. പേര് മായ. മായ, ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് നമ്മൾ പാലപ്പവും ബനാന സ്റ്റൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബനാന സ്റ്റൂ സാധാരണ കോമൺലി അങ്ങനെ പാലപ്പമായിട്ടൊരു കോമ്പിനേഷൻ ആവാറില്ല. എങ്കിൽ പോലും ചില ഭവനങ്ങളിൽ നമ്മൾ ഏത്തക്ക വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റൂ ആക്കി ചില വീടുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. സാധാരണ നമ്മള് എന്തുവാ ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പൊതുവെ ഇതിന്റെ കൂടെ നമ്മൾ കാണാറുള്ളത്. കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ പാലപ്പത്തിൽ നിന്ന് കൊടുക്കുന്നത്. പാലപ്പത്തിലുള്ള പാലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, എന്തൊക്കെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്? പാലപ്പത്തിന്റെ മാവ് ഓൾറെഡി നമ്മൾ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം മലയാളികൾക്ക് അധികം ആരും പറഞ്ഞു കൊടുക്കേണ്ടാത്ത റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാം. എങ്ങനെ പാലപ്പത്തിന് മാവ് അരയ്ക്കുന്നതെന്നും എല്ലാം അറിയാം. പക്ഷെ അതല്ലല്ലോ, ബാക്കി ഇതിനകത്ത് എന്തൊക്കെയാ സ്റ്റൂവിൽ എന്തൊക്കെയാണ്? സ്വീറ്റ് കോമ്പിനേഷന്റെ റെസിപ്പി പറഞ്ഞു തരാം. നമുക്ക് അതിന് ബനാന വേണം. ഇതിന്റെ കൂടെ എത്ര ബനാന വേണം? ഇതിപ്പോ ഒരു ചെറിയ 2 ഏത്തപ്പഴം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാം. നമുക്ക് അളവ് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഒരു 10-20 ഒക്കെ ആണെങ്കിൽ ഒരു കുറെ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് ചക്കപ്പഴം സാധാരണ ചേർക്കാറുണ്ട്. പക്ഷെ നമുക്കിപ്പോ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ബനാനയുടെ കൂടെ ചക്കപ്പഴം ചേർക്കും. അതോ ബനാന സ്റ്റൂവോ അതോ ചക്കപ്പഴ സ്റ്റൂവോ? രണ്ടും കൂടെ ചേർത്തിട്ട് ഇത് സാധാരണ ചെയ്യും. പക്ഷെ നമുക്കിപ്പോ ചക്കപ്പഴം കിട്ടാത്തത് കൊണ്ട് നമ്മളിത് ഏത്തപ്പഴം മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ. എന്തായാലും ചക്കപ്പഴത്തിന് സീസൺ ആകുമ്പോൾ നമ്മൾ എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഐറ്റം ചെയ്തു ഉറപ്പായിട്ടും ചെയ്യാം. അപ്പൊ അടുത്തത് വേണ്ട നമുക്ക് ബട്ടറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിലും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഷുഗർ വേണം, കിസ്മിസ്, കാഷ്യൂ, റൈസ് പൗഡർ, ഏലക്കാപ്പൊടി, പിന്നെ അത്യാവശ്യം കോക്കനട്ട് മിൽക്ക് വേണം, പഞ്ചസാര ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നാടൻ തെങ്ങയില്ലയോ, അത് അടത്തിയിട്ട് അതിന്റെ തൊണ്ടെല്ലാം കളഞ്ഞ് അത് പൊട്ടിച്ച് പൊതിച്ചെടുത്ത് അതിൽ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത് ഇല്ലയോ? കൈകൊണ്ട് പിഴിഞ്ഞു പിഴിയണം. ഓക്കെ, അല്ല നമ്മൾ പ്രഥമനം ഉണ്ടാക്കുമ്പോഴേ നമ്മളറിയാം സാറിന് ചെയ്യാറുണ്ടല്ലോ, ഇതിട്ട് നമ്മൾ നല്ല ഇടിച്ച് പിഴിഞ്ഞെടുക്കും. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നൊക്കെ. തേങ്ങാപ്പാൽ എടുക്കുന്നതിന്റെ രീതി അത് തന്നെയാണ്. പിന്നെ ഈ കല്യാണ ഭവനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തോർത്തിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് അത്ര വലിയ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് നോർമലി കൈവച്ച് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റുമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ പാചകത്തിലേക്ക് പോകാം. എനിക്ക് പിന്നെ കുത്തി കൊടുത്തോ? എങ്കിൽ പിന്നെ നമ്മൾ അഗ്നിശുദ്ധി വരുത്തിയേക്കാം. കത്തിച്ചോ. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നേ? ആദ്യം നമുക്ക് സ്റ്റൂ തന്നെ ചെയ്യാം. ചൂടോടെ പാലപ്പം ചെയ്തെടുക്കാം. അപ്പം ഇത് നമ്മൾ പാൻ വെച്ചു. നമ്മൾ അതിനകത്ത് അടുത്തായി ചേർക്കാൻ പോകുന്നത് എടുത്തു തരാം. നമ്മൾ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടില് ഓയിലായാലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. എണ്ണയിൽ നമുക്ക് ചെയ്യാമല്ലോ. വെളിച്ചെണ്ണയില്ല, നോർമൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി കാഷ്യൂവും കിസ്മിസും. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്യൂവും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇത് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ ഒരുമിച്ച് കിട്ടാൻ മതിയല്ലോ. ഇപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കാഷ്യൂവും കിസ്മിസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്താ ചേർക്കുന്നത്? ഇത് നമ്മൾ അടുത്തതായിട്ട് നോർമലി എന്തായിരിക്കും ചേർക്കുന്നത്? എന്തായിരിക്കും അതിനകത്ത് നമുക്ക് വേവിക്കാൻ പറ്റിയ വേറെ ഒരു ചെറിയ തിക്നെസ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കനം കൂടുതലുണ്ട്. ചിപ്സ് ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടെ കനത്തിലുള്ള കഷ്ണങ്ങളാണ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കോ. ഇല്ല, ഞാൻ ആദ്യമായിട്ടാ നമ്മുടെ കുക്കറി ഷോയിൽ തന്നെ ആദ്യത്തെ ഒരു വിഭവമാണ് സാധനം. ഇതുവരെ പാലപ്പത്തിന് നമ്മൾ സാധാരണ തേങ്ങാപ്പാലിനകത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റൂ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. കേരളത്തിലല്ല, ഇതൊക്കെ സാധാരണ ചെയ്യുന്നതാ. സാധാരണ ഇതെല്ലാരും ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളങ്ങനെ അധികം ആരും അങ്ങനെ ചെയ്യുന്ന കണ്ടില്ല. എന്തായാലും ഇത് പറഞ്ഞില്ലല്ലോ, മായ എന്ന് പറയുന്നത് പത്തനാപുരം സ്വദേശിയാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം സ്വദേശിയാണ്. സ്വന്തമായി കാറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തുന്നത്. എന്താണ് സർവീസിന്റെ പേര്?
സഖി എന്നാണ് അതിന്റെ പേര്. കാറ്ററിംഗ് സർവീസ് മാത്രമല്ല, നമുക്ക് ഡ്രീംസ് കേക്ക്സ് എന്ന് പറഞ്ഞ എന്റെ ഒരു ബ്രാൻഡ് ഉണ്ട്. കേക്ക് നമ്മൾ കേക്കിന്റെ ഡ്രീംസ് കേക്ക് എന്നല്ലേ. അപ്പൊ നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കിന്റെ ഒരു ഗംഭീര ഒരു ഐറ്റംസ് നമുക്ക് ചെയ്യണം. തീർച്ചയായിട്ടും. ഈ ഏത് കേക്കുകൾ ചെയ്യുന്നുണ്ട്? പ്ലം കേക്ക് ചെയ്യും, ക്യാരറ്റ് കേക്ക്. അത് നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ അങ്ങനെയുള്ള കേക്കുകളാണ് നമുക്ക് കൂടുതലും പോകുന്നത്. എന്തെങ്കിലും ഈ ശില്പങ്ങളുണ്ട് ചിലപ്പം പുല്ലൂർ തൂക്കുപാലത്തിന്റെ ഒക്കെ രീതിയിലുള്ള ഈ കേക്കുകളൊക്കെ നമ്മളുണ്ട്. നമ്മൾ തീം കേക്ക് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾക്ക് അങ്ങനെയുള്ള തീം ഒന്നും വന്നിട്ടില്ല. സാധാരണ നമുക്ക് സ്പൈഡർമാൻ തീം കേക്ക് അങ്ങനെയുള്ള കുറെ തീം കേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരുന്നത് മാക്സിമം നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ബർത്ത്ഡേക്കുള്ള കേക്കുകളും ഈ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കുകളൊക്കെ തീർച്ചയായിട്ടും എല്ലാം ചെയ്യാറുണ്ട്. ഇതല്ലാതെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഇവിടെ നിങ്ങളുടെ കുക്കിംഗ് ഫുഡ് ഐറ്റംസ്? നമുക്ക് പാൽ പൊറോട്ട, പിന്നെ എന്തുവാ കിഴി പൊറോട്ട, പാൽക്കപ്പ, ബീഫ്, ഇതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫുള്ള് ചെയ്യുന്നേരെ ഇത് ഞാനല്ലേ എന്റെ ഫിഗർ എന്റെ ഫോട്ടോ ഇതുവരെ നമ്മൾ സ്റ്റാഫിനെ ഒന്നും ആക്കിയിട്ടില്ല. ഇതുവരെ നമ്മള് സ്വന്തമായിട്ട് ചെയ്യും. പിന്നെ അമ്മയും ഒക്കെ സഹായിക്കാറുണ്ട്. അമ്മ ഉണ്ട്, ചേട്ടത്തിയുണ്ട്. അപ്പം ഞങ്ങള് ഫാമിലി ഇതുവരെ ഞങ്ങള് ഫാമിലി ആയിട്ട് ഇതുവരെ ചെയ്തു തുടങ്ങിയ ഒരു ബിസിനസ് ആണ്. ചേട്ടൻ കട്ട സപ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ എനിക്ക് എന്റെ പാഷൻ മീൻസ് എനിക്ക് പാചകത്തോടെ താല്പര്യം. പാചകത്തോടെ എനിക്ക് താല്പര്യം. ചേട്ടൻ അത്യാവശ്യം ചായ ഇട്ടുതരും, അല്ലാതെ വേറെ പാചകമൊന്നുമില്ല. പാചകം പഠിപ്പിക്കാൻ കാര്യമായി. പഴം ഒന്നോടൊന്ന് റെഡിയാവുണ്ടല്ലേ? കുറച്ചുകൂടെ കൂട്ടി വെക്കണോ? വേണ്ട, നല്ലപോലെ സോൾട്ടായിട്ട് നമ്മൾ അതിനകത്ത് റൈസ് പൗഡർ ചേർത്തിട്ടാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ അതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ ആയിട്ട് ഉടക്കൊന്നും വേണ്ട. ഇങ്ങനെ ഈ നോർമൽ പീസസ് പോലെ തന്നെ കിടക്കും. ആ പീസസോടെ തന്നെ നമ്മൾ കഴിക്കുന്നത്, അല്ലാതെ ഇത് ക്രഷ് ചെയ്ത് ഒന്നും ചെയ്യത്തില്ല. ഇതിപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതുപോലൊക്കെ ആക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര, പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. പിന്നെ ഈ തേങ്ങാപ്പാലൊക്കെ ചേരുമ്പം അതിന് വേറൊരു ടേസ്റ്റ്. തേങ്ങാപ്പാലും അതുപോലെ നമ്മൾ ബട്ടറിലൊക്കെ എന്തായാലും ചെയ്തെടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി എന്തായാലും. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഒരു അട എത്ര അടയിട്ടെന്ന് പറഞ്ഞാലും ഈ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ മെയിനായിട്ട് വിചാരിച്ചെന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ സമയത്ത് സാധാരണ എല്ലാ വീടുകളും ക്രിസ്തീയ ഭവനങ്ങളും, ഇപ്പൊ ക്രിസ്തീയ ഭവനമൊന്നും ഇല്ല, എല്ലാവരും ചെയ്യുന്ന പാലപ്പം ഒരു മെയിൻ സാധനം തന്നെയാണ് നമ്മൾ ഈ ക്രിസ്തീയ ഭവനങ്ങൾ. അപ്പം അതെന്തായാലും പ്രേക്ഷകര് ഇത് കണ്ടിട്ട്, ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവർ കാണും, ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടി ഇത് വിട്ടുതന്നിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും അല്ല, നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് പാചകം ചെയ്ത് നോക്കണം. കാരണം നമുക്ക് വീട്ടിലിരുന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. 2-3 ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യും ഈ അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് പഞ്ചസാരയും എന്തായാലും വീട്ടിൽ കാണും, അരിപ്പൊടിയും കാണും, ഇതെല്ലാം കൂടെ വെച്ചിട്ട് പെട്ടെന്ന് ഐറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. ബട്ടർ വേണമല്ലേ? കേട്ടോ ഇനി നമ്മളൊന്ന് കുറച്ച് ഷുഗർ ക്യാരമൽ ചെയ്യാൻ പോവാം. ആ ക്യാരമൽ ചെയ്ത ഷുഗർ കൂടെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഷുഗർ ക്യാരമൽ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ പഞ്ചസാര ഇട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോ നമ്മൾ ഈ ഒരു തീയില് കിടന്നത് ക്യാരമൽ ചെയ്യും. ഷുഗർ ക്യാരമലൈസ് അറിയത്തില്ലേ? അതിപ്പം ഇവിടെ കിടന്നുകൊണ്ട് അത് തന്നെ ഒന്ന് ക്യാരമലായിട്ട് നമ്മൾ പിന്നെ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ നെയ്ക്കകത്ത് പഞ്ചസാര കുഴച്ച് എടുക്കുക. ഇത് നമ്മൾ ക്യാരമൽ ചെയ്യുന്ന സാധാരണ നമ്മൾ പാൻ വെച്ചിട്ട് നോർമൽ പഞ്ചസാര ആ ഫ്ലെയിമിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതവിടെ കിടന്ന് ക്യാരമൽ ആവുകയോ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഈ പ്ലം കേക്കിനൊക്കെ സ്ഥിരം ചെയ്ത് നമുക്ക് ക്യാരമൽ ഇപ്പൊ ക്രിസ്മസ് ആവുമ്പം നമുക്ക് സ്കൂളുകളിൽ നിന്നും എന്റെ ഫ്രണ്ട്സ് വഴിയും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ. ഈ പ്രോഗ്രാം എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കേക്കിനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട് നമ്മുടെ മായ വിളിക്കണം കേട്ടോ. ഗംഭീര കേക്ക്, എന്റെ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്തേക്കാം. തീർച്ചയായിട്ടും ഗംഭീര കേക്ക് ഉണ്ടാക്കി തരും മായ. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശത്ത് സമീപ പ്രദേശത്ത് ഏറ്റവും നല്ല കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് മേക്കറാണ് മായ. എത്ര ഇപ്പോൾ ഉണ്ടാക്കിയത് ഏറ്റവും വലുപ്പമുള്ള എത്ര കിലോയുടെ കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്?
നമ്മള് കയറ്റി അങ്ങ് പറഞ്ഞു 4.5 കിലോ വരെ അത്രയൊക്കെ ഉള്ളൂ 4.5 വരെ അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഫ്ലാറ്റ് ആയിട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ ഈ ടയർ കേക്ക് ഒക്കെ ചെയ്യുന്നത് 4.5 കിലോ വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വലിയ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴേ ഒരു വലിയ ഈ ഡെസ്കിന് അത്രയും വലിപ്പമുള്ള വലിയ കേക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മള് പേസ്ട്രി നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ വന്നാൽ നമുക്ക് അങ്ങനെ ഓർഡർ വരാറുണ്ട്. പേസ്ട്രി കട്ട് ചെയ്ത് നമ്മൾ ഈ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ മെയിൻ കോഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു സ്വീറ്റ് തരും, ഒരു ഡെസേർട്ട് തരും. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഓർഡേഴ്സ് വരാറുണ്ട്, പേസ്ട്രി വരാറുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പഞ്ചസാര ഈ ഏത്തപ്പഴവുമായിട്ട് കിടന്ന് അവര് തമ്മിൽ ഇങ്ങനെ നല്ല പണി നടന്നുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് എത്ര സമയം എടുക്കും? ഇത് ഒരു പക്ഷേ നമുക്കൊരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. തീ ഒന്നും കൂട്ടിയൊന്നും വേണ്ട, കറക്റ്റ് ഒന്നും വേണ്ട. ഇനിയിപ്പോ നമ്മള് തേങ്ങാപ്പാലിനകത്തോട്ട് ആ അരിപ്പൊടി മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാം. അത് ശരി. അപ്പോൾ തേങ്ങാപ്പാലിൽ ഇനി അരിപ്പൊടി മിക്സ് ചെയ്യുന്ന ഒരു മഹനീയമായ കർമ്മമാണ് നടക്കുന്നത്. തേങ്ങാപ്പാലിൽ അരിപ്പൊടി മിക്സ് ചെയ്യണം. ഇപ്പൊ ഇത്രയും മതിയോ? ഇത് എത്ര മൊത്തം അത് മൊത്തം കിട്ടും. ഇത് ഭയങ്കര സ്പൂണാണ്. എവിടെ കിട്ടിയ സാധനം ഇത്? ഇനി ബാക്കി ഇത് വിടണോ? നമുക്ക് ഈ അതിലൂടെ ഇരിക്കണോ? വേണ്ട, ഇതിങ്ങനെ കിടന്ന് ഈ അരിപ്പൊടി കൊണ്ട് വലിയ കട്ട പിടിക്കത്തില്ലേ? പെട്ടെന്ന് അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മെൽറ്റ് ആയി. ഈ കൈയൊക്കെ ഇട്ട് ഇളക്കി ചെയ്തല്ലോ? വേണ്ട. ഈ തൈരടക്കുന്ന പോലെ സാധനമായിട്ട് മത്ത കിട്ടുന്ന കറങ്ങിയത് മത്തൊക്കെ ഇപ്പൊ ആളുകൾക്ക് കാണാൻ പോലും കിട്ടാൻ. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ. മത്തൊക്കെ ഉണ്ട്, നമ്മുടെ പഴയ വീടുകളിൽ കാണും. അതിന് പോലെ ഉണ്ട്. ഇപ്പൊ പഴയ ഇപ്പം എല്ലാം രണ്ടും കൂടെ മിക്സ് ചെയ്തത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുക. പിന്നെ ചേർക്കട്ടെ. ഇതിപ്പോ ഇവിടെ കിടന്ന് ഇവരൊരു തിക്ക് ബാറ്റർ ആയിട്ട് വരും. ഈ ബാക്കി തേങ്ങാപ്പാൽ എന്ത് ചെയ്യണം? അത് മതി, ഇത്രയും മതി അല്ലേ? ഓക്കെ. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇതിനകത്തിന് വേറെ ഒന്നും വേണ്ട. അല്ല, കടുവറക്കണ്ട, ഒന്നും വേണ്ട, ഒരു കുന്തവും ഇല്ല. ഐറ്റം ഏതാണ്ട് പാലപ്പത്തിന്റെ കൂടെ നമ്മുടെ പുതിയ കോമ്പിനേഷൻ വീട്ടിലൊക്കെ പോയി എല്ലാവരും പറയണം കേട്ടോ. തീർച്ചയായിട്ടും ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായല്ലോ. എന്നാലും ഒന്നുകൂടി പറഞ്ഞേരെ. ഏത്തപ്പഴം, ബട്ടർ. ആദ്യം നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഏത്തപ്പഴം, അതുപോലെ തന്നെ കാഷ്യൂ, കിസ്മിസ്, ഏലക്കാപ്പൊടി, പഞ്ചസാര, പിന്നെ തിക്ക് കോക്കനട്ട് മിൽക്ക്. അതായത് നമ്മുടെ ഒന്നാം പാലെന്ന് പറയാം. നമ്മൾ എടുക്കുന്ന ഒന്നാം പാലാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ രണ്ടാം പാലും മൂന്നാം പാലൊന്നും ഉപയോഗിക്കരുത്. നല്ലപോലെ ഇടിച്ച് പിഴിഞ്ഞ് നല്ല ഈ ഒന്നാം പാല് തന്നെ വേണം ഇതിന് ഉപയോഗിക്കാൻ. കാരണം വരുമ്പോഴത്തേക്ക് നമുക്ക് പാലപ്പവും കൂടെ ആക്കാം. പിന്നെന്താ, എങ്കിൽ പിന്നെ പാലപ്പം കൂടെ കത്തിച്ചേക്കാം. അതെ, ഇല്ല, കല്യാണം പാല് കാച്ചെന്ന് പറയുന്ന പോലെ നമുക്ക് ഇവിടെ പാല് കാച്ച്. എങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് അപ്പം കൂടെ ഉണ്ടാക്കിയേക്കാം. വെച്ചേട്ടോ. അങ്ങനെ പാലപ്പത്തിനുള്ള ചട്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ചൂടായി കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ പാലപ്പം റെഡിയാക്കുന്നതായിരിക്കും. ഇത് പാലപ്പത്തിന്റെ കൂടെ മാത്രമല്ല, നമുക്ക് ബ്രെഡിന് കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബ്രെഡ്, ചപ്പാത്തി, നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ്. ഇനി നമ്മൾ എന്താ ചേർക്കുന്നത്? ഇത് നമ്മളിനി ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഏലക്കാപ്പൊടി ഇല്ലാതെ എന്ത് ആഘോഷം? അതന്നെ, ഏലക്കാപ്പൊടി ഇല്ലാതെ എന്ത് ആഘോഷം? അപ്പോൾ അത് ഏലക്കാപ്പൊടിയും ചേർത്ത് ഇത് ഏതാണ്ട് ഒരുമാതിരി നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഏലക്ക എന്ന് പറയുമ്പോഴേ നമുക്കൊരു മനം മയക്കുന്ന മണമല്ലേ? പ്രത്യേക ഫീല് തരുന്ന ഒരു മണമാണ്. ഇനി നമ്മൾ എന്തായാലും അടുത്ത് നമ്മൾ അപ്പം ചൂടാൻ പോയില്ലോ. നിങ്ങൾക്ക് കാര്യം നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. അത് ഇങ്ങോട്ട് വരട്ടെ. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. എങ്കിൽ പിന്നെ ഇവിടെ പാല് കാച്ചായിക്കോട്ടെ, ഇവിടെ കല്യാണം ആയിക്കോട്ടെ. എന്താ, ഞാനിത് ഇളക്കി നേരം നമുക്ക് അവിടെ അപ്പം ചൂടാം. അത് ഓഫ് ചെയ്തല്ലേ? അതിപ്പം ഓൾറെഡി റെഡി ആയത്. ഇത് മാവ് ഞാൻ ഒഴിച്ചു തരട്ടെ. പിന്നെ ഇത്തിരി അപ്പം ചുട്ടേക്കാം. ഇത് ഒഴിച്ചു കേട്ടോ. ഒന്ന് ചുറ്റിച്ചോ നോക്കട്ടെ. ഞാൻ ചുറ്റിക്കാൻ വേണോ? അപ്പൊ എന്നെ കൊണ്ട് ഇതെല്ലാം ചുറ്റിപ്പിക്കല്ലേ? കൈ പൊള്ളാതെ. ചുറ്റിവേടാ. ഇങ്ങനല്ലേ ചെയ്യുന്നേ? ഞാൻ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നേക്കെ സൈഡിലൊക്കെ പറ്റാറുണ്ട്. ഇതിനകത്തേ ഈ ശ്രീലങ്കയിലെയോ അവരുടെ ഒരു വിഭവമുണ്ട്. ഈ അപ്പത്തിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കും. മുട്ടയപ്പം. അതൊക്കെ സിമ്പിളാ. മാവ് ഒഴിച്ചിട്ട് നമുക്കൊരു മുട്ട ഇട്ടിട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റിച്ചെടുക്കാം. മുട്ടയപ്പം റെഡി. പിന്നെ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് കുരുമുളകോ കുറച്ച് സോൾട്ട് ഒക്കെ ഇട്ടിട്ട് അപ്പൊ അത് മുട്ടയപ്പമായി. പാലപ്പം അതിനെ മുട്ട ഒഴിക്കുമ്പോൾ മുട്ടയപ്പം. അത് ചോദിച്ചു നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മുട്ട ഒഴിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം, മുട്ടയപ്പം ആക്കി മാറ്റാം.
അത് ഈ ശ്രീലങ്കക്കാരാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അത് കഴിക്കുന്നത്. അവരുടെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അവരുടെ ഒരു മെയിൻ വിഭവം ഈ മുട്ടയപ്പം. അത് നമ്മുടെ എന്തറിയോ, നമ്മുടെ നാടൻ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, ഇടിച്ച് ഈ ചമ്മന്തി വറുത്തെടുത്ത ചമ്മന്തി, കടു വറുത്ത് ആ ചമ്മന്തി തന്നെ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, നമുക്ക് അതുപോലെ ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമ്മൾ ചെയ്യാറുണ്ട്. ചമ്മന്തിപ്പൊടി, എനിക്ക് വയ്യ, അച്ചാർ ഐറ്റംസ്, എല്ലാ അച്ചാർ ഐറ്റംസും, മീനച്ചാറൊക്കെ എല്ലാം ചെയ്യും. അപ്പൊ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ വേണമെങ്കിൽ ഗൾഫിലൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ വന്നാൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് മീനച്ചാറൊക്കെ ഇവിടെ റെഡിയാ കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ നിങ്ങൾ പറയുന്ന നെയ്മീനെങ്കിൽ നെയ്മീൻ, ചേരച്ചൂര് അല്ലയോ, ഏത് മീനിലും എന്തിനും ഈവൻ മത്തി പോലും നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ട അപ്പമൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ടോ? ഇച്ചിരി കുറച്ചവിടെ ഇരിക്കട്ടെ അല്ലേ, മൊരിഞ്ഞു വരണം അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇത് കറി ഏകദേശം ആയില്ലേ? ഇത് നല്ല റെഡി, അവിടെ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ പാലപ്പം റെഡി ഇത് നല്ല ശരി കേട്ടോ, നല്ല തിക്കായി നല്ല സെറ്റായിട്ട് ഇരിക്കുക സാധനം. ഇതിന്റെ നമുക്ക് ഇതിനകത്ത് ഈ മഞ്ഞപ്പൊടി ചേർക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, ഒന്നും ചേർക്കണ്ട. ഒരു നല്ല പായസത്തിന് മണമുണ്ടല്ലോ ഇതിന്. ഏലക്കാപ്പൊടി ഇനി വേണോ ഇല്ലയോ? ഇനി നമുക്കൊരു പാലപ്പത്തിന്റെ ആവശ്യം, നമുക്കൊരു പൂവപ്പം ഉണ്ടാക്കാം. പൂവപ്പോ? അതെന്ത് സാധനം? ഇതിനകത്ത് പൂവെല്ലാം വെക്കുമോ നീ? ഇല്ല, പൂവൊന്നും വെക്കത്തില്ല. പിന്നെ നമുക്ക് പൂവിന്റെ ആകൃതിയില്. എനിക്ക് വയ്യ, അപ്പത്തെ ഏതെല്ലാം ആകൃതിയിലാക്കി എടുക്കും. ഇതിപ്പോ കുരിശുമല്ലായിപ്പോയി. ഞങ്ങളുടെ നാട്ടിലേക്ക് കുരിശെന്നൊക്കെയാ പറയുന്നത്. ഇതൊക്കെ ഈ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടെ മാറ്റി ഈ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇനി നേരെ അങ്ങോട്ട് പോട്ടെ. ഇനി ഇവിടെ വന്നിട്ട് ഈ സൈഡോട്ട് ഇറങ്ങട്ടെ. അതേപോലെ ഇങ്ങോട്ട് റിവേഴ്സ് വരട്ടെ. ഇപ്പം ഏകദേശം പൂവൊക്കെ ആയി കേട്ടോ. സോറി, അതിനവിടെ ഇരിക്കട്ടെ. ഈ പൂവപ്പം അവിടെ റെഡി ആവട്ടെ. അല്ല, ഞാൻ പറഞ്ഞു തന്നതേ, ഇതിനിപ്പോ നല്ല പായസത്തിന്റെ മണമൊക്കെ ആയി കേട്ടോ. അതിപ്പോ നമ്മള് പായസത്തിനൊക്കെ ചേർക്കുന്ന ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട്. അതുകൊണ്ട് നല്ല ഗുമുഗുമാന്നുള്ള മണം അടിക്കുന്നുണ്ട്. അതുപോലെ ബനാന വെച്ചിട്ട് പായസം വെക്കുന്ന അടിപൊളി സൂപ്പർ സാധനം അത്. ശരിക്കും ഇതിനകത്ത് ഒരു ഇത്തിരി ഐറ്റം ഇട്ടെടുത്ത പായസമായി അല്ലേ? നമ്മള് തിക്ക് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചു, അതുപോലെ ഏലക്കാപ്പൊടി, ഇതെല്ലാം നമുക്കൊരു പായസത്തിന് ഫീല് തരുന്ന ഇൻഗ്രീഡിയൻസ്. അതെല്ലാം ഏലക്കാപ്പൊടിയുടെ ഒക്കെ മണം അടിക്കുമ്പോഴേ നമുക്കൊരു പായസത്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും പെട്ടെന്ന് നമുക്കൊരു പായസം, പെട്ടെന്ന് നമുക്ക് സേമിയ എന്തായാലും ഓർമ്മ വരത്തില്ല. ഒരു പ്രഥമൻ. അല്ല, ഇപ്പൊ ഈ മണം പ്രഥമന്റെ ശരിക്കുള്ള മണോ? ആ നെയ്യും ഈ ഏലക്കപ്പൊടി ഇതെല്ലാം കിസ്മിസും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് സംഗതി അതിന്റെ ഒരു മണമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എന്തായാലും ആ ഗംഭീര പ്രഥമന്റെ മണമാണ്. ഇനിയപ്പോൾ നമ്മുടെ പൂവപ്പം എന്തായാലും നോക്കട്ടെ. പൂ പോലെ ഇരിക്കുന്ന അപ്പം, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ പൂ പോലുള്ള അപ്പം ഒക്കെ? ഇനി ഒരു താമര പോലെ ഇരിക്കുന്ന അപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? അതല്ലേ പാടെ. അങ്ങനെ നമ്മൾ ഈ പാലപ്പത്തിന്റെ ഈ വ്യത്യസ്തങ്ങളായ രൂപഭേദങ്ങളോടുകൂടിയ അപ്പം ഇങ്ങനെ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല പാട്ട്. അപ്പങ്ങൾ എമ്പാടും ചുറ്റൊരു അമ്മായി എന്നുള്ള പാട്ടുണ്ടല്ലേ? പിന്നെ അല്ല പറഞ്ഞ ആ പാട്ടാ ഓർമ്മ വരുന്നത്. ഒന്നുകൂടെ നോക്കാം, വെന്തോ നോക്കാം. ഇല്ലല്ലേ, വേവാനുണ്ട്. വേവട്ടെ. അപ്പൊ നമുക്ക് ഇന്നിവിടെ എന്തായാലും അവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ബനാന സ്റ്റ്യൂവും ഈ പാലപ്പവുമാണ് മായ റെഡിയായിക്കൊണ്ടിരുന്നത്. മായ ഒരു നല്ല ഗംഭീര കേക്ക് മേക്കർ കൂടാണെന്ന് വീണ്ടും ഇങ്ങനെ പറയുന്നത്. നല്ല ഒരു കേക്ക് ഉണ്ടാകും കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാകും, കേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൂടെ തരണം കഴിക്കാൻ. ഇത് മുരിഞ്ഞെന്ന് തോന്നില്ലേ? ഇത് കൈ കൊണ്ടൊക്കെ എടുക്കാൻ പറ്റൂലേ? നിത്യാഭ്യാസി ആന എടുക്കുമെന്ന് പറഞ്ഞ പോലെ. സ്ഥിരം ചെയ്യുന്ന ഇനി എന്തോ ഇനി പൂവ് ചേർത്ത സംഭവം നോർമലി നമ്മുടെ നോർമൽ പാലപ്പത്തിലോട്ട് തന്നെ ആണല്ലേ? എന്നാലും ഒരു പൂവോട്ടേക്ക് നോക്ക്, ഒന്നുകൂടെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഇത് നമ്മൾ ഒരു തവി, രണ്ട് തവിയാണോ ഒഴിക്കുന്നത്, അതോ ഇത് നമ്മുടെ സാധാരണ നോർമൽ? ചില ഇതിപ്പോ നമ്മൾ പാത്രത്തിനെ കുറിച്ച് പറയേണ്ടി വരും. ചില പാലപ്പ ചട്ടി എന്ന് പറയുമ്പോൾ ഈ നടുക്ക് വശം ഇങ്ങനെ ഇച്ചിരി ഉള്ളോട്ട് കുഴിഞ്ഞിരിക്കുന്നത് കാണാം, ചിലത് പരന്നിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ അനുസരിച്ചായിരിക്കും ഇതിനകത്ത് നമ്മൾ ബാറ്റർ സെറ്റ് ചെയ്യുന്ന സത്യത്തിന്. അപ്പൊ ഈ പരന്നിരിക്കുന്നതിനകത്ത് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് പരന്ന ഒരുമാതിരി മലന്നിരിക്കും. ഇച്ചിരി ഇപ്പൊ കണ്ടോ, ഇതാ നമ്മുടെ ആ ചട്ടിയുടെ പ്രശ്നം. സാധാരണ പാലപ്പത്തിന് ഈ ഇച്ചിരി പൊങ്ങിയിരിക്കും. ഇതിപ്പോ ഇച്ചിരി നല്ല പൊങ്ങിയിരിക്കും. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരുമാതിരി ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ശരിക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പഴയ ചീനച്ചട്ടിയാണ് അല്ലേ? ഇരുമ്പ് ചട്ടിയാ ഏറ്റവും ബെറ്റർ സാധനം. ഇതൊക്കെ പിന്നെ നമ്മുടെ ഈ മോഡേൺ പുതിയ കാലഘട്ടത്തിന്റെ ചില മാറ്റങ്ങൾ ഈ പാചകത്തിലും നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഇനി ഒരു പുതിയൊരു ഐറ്റം ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ
ചട്ടിയൊക്കെ ഉപയോഗിക്കാം. ഉപയോഗിക്കാമല്ലേ? ഓക്കെ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വിഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ എന്തായാലും ഈ ബനാന സ്റ്റൂവും പാലപ്പവും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിവിടെ ഇപ്പോൾ ബനാന സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. പാലപ്പം അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ മുരിഞ്ഞ് ഇരിക്കുകയാണ്. അതിനകത്ത് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ എവനെയും നമ്മൾ പൊള്ളിച്ചെടുക്കും. ഈ ഭാഗത്ത് ഇച്ചിരി വീങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ കുറച്ച് ഇങ്ങോട്ടായി ആയിപ്പോയില്ല. ഇവിടെ നമ്മുടെ ഈ അപ്പം റെഡിയായി. ഇനി ഇത് ഇത്രയും റെഡിയായ സ്ഥിതിക്ക് ഇനി എവനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഇതിൻ്റെ ഒരു സ്വാദും ശരിക്കും ആ ഒരു രുചിയും ഒക്കെ അറിയണം. ഇത്രയും നേരം നമ്മൾ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് വെച്ചേക്കുക ഇത് എന്തോ ഭയങ്കര സംഭവമൊക്കെ ആണെന്ന്. അത് എന്താണെന്ന് എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? എങ്കിൽ പിന്നെ ഈ പൂ പോലിരിക്കുന്ന അപ്പത്തിനകത്തോട്ടും സെറ്റ് ചെയ്തോ. അങ്ങനെ നമ്മുടെ ഈ ബനാന സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ബനാന സ്റ്റൂവും അപ്പവുമാണ് ഇന്ന് നമ്മുടെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതൊന്ന് കഴിച്ച് നോക്കാം അല്ലയോ? നമ്മുടെ ബനാന സ്റ്റൂവും ഈ പാലപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി അവനെ ഒന്ന് കഴിച്ച് നോക്കാം. കുറച്ച് കഴിച്ചു, ഞാൻ മാത്രം ആക്കണ്ട. സംഭവം കൊള്ളാം കേട്ടോ. സ്വന്തമായിട്ട് അങ്ങനെ കാണിക്കുമല്ലേ? സ്വന്തമായിട്ട് സൂപ്പർ എന്ന് പറയാം. ഇനി പഴം കൂടെ ചേർത്ത് കഴിച്ചോണ്ട്. പാലപ്പം ഇങ്ങനെ കോമ്പിനേഷനിൽ കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യം കഴിക്കുന്നത് നമ്മൾ സാധാരണ സ്പൈസി ആയിട്ടല്ലേ പാലപ്പം, എന്തായാലും വരുന്നത് സ്പൈസി ആയിട്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് പുതിയ ഉറപ്പാട്ടോ. നല്ല രസമുണ്ട് കഴിക്കാൻ. നമ്മുടെ ഈ പ്രഥമനൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റൊക്കെ ഇതിനുണ്ട്. ഒരു വെറൈറ്റി ഐറ്റമാണ്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർ ആ വീട്ടിലിരുന്ന് ഈ ബനാന സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി പാലപ്പത്തിനൂടെ കഴിച്ച് നോക്കിക്കോ. അടിപൊളിയാണ് ആ സാധനമാണ്. എന്തായാലും കൺഗ്രാജുലേഷൻ. നമുക്ക് ഇങ്ങനെ ഒരു വിഭവമായി നമ്മുടെ പ്രേക്ഷകർ എത്തിയതിൽ ഒരുപാട് സന്തോഷം. വ്യത്യസ്തങ്ങളായ ഇതുപോലുള്ള അടിപൊളി ഐറ്റവുമായിട്ടും നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ.